Hi all friends, welcome to MTM Political Talk. നമ്മൾ ഇന്ന് പുലർച്ചെ മുതൽ ഉറക്കമുണർന്ന മുതൽ കേട്ടു തുടങ്ങിയതാണല്ലോ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മധ്യപൂർവ്വ ഏഷ്യ, ഇങ്ങനെ പറയാൻ പറ്റും. ഇറാൻ ഇസ്രായേൽ സംഘർഷം. അപ്പോ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മധ്യപൂർവേഷ്യ എന്നാണ് അതിനെ പറയുന്നത്, ശരി എന്നാണ് തോന്നുന്നത്. അവിടെ ഇന്ന് പുലർച്ചെയാണ് ഇസ്രായേൽ ഇറാന് നേരെ മിസൈൽ ആക്രമണം ഒക്കെ നടത്തി എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് വലിയൊരു പ്രത്യാഘാതമാണ് ഇതേക്കുറിച്ച് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും യുദ്ധം തുടരുകയാണ്. റഷ്യ, ഉക്രൈൻ, അതേ സംബന്ധിച്ച് പശ്ചിമേഷ്യയിൽ തന്നെ ഇസ്രായേൽ, പലസ്തീൻ, ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് പുതിയൊരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുന്നത്. അപ്പോൾ തികച്ചും ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നയതന്ത്ര പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള US ഇറാൻ ചർച്ചകൾ ഒമാനിൽ നടക്കാനിരിക്കെ, ലാസ്റ്റ് ചർച്ച, അതിന്റെ ചർച്ചകൾ തുടർ ചർച്ച ഒമാനിൽ നടക്കാനിരിക്കെയാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഇത് ആഗോള ഭീഷണിയാണ് എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഈ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇരുവശങ്ങളും പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. ഇതുകൊണ്ട് ലോക നേതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കും എന്നതിൽ ആർക്കും തർക്കമില്ല. സംഘർഷം കൂടുകയല്ലാതെ ഒരു കുറവും ഇതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഇന്ന് തന്നെ മേഖലയിൽ വ്യോമഗതാഗതം പൂർണ്ണമായും അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വ്യോമ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ വിമാന കമ്പനികൾ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കുകയും വഴിതിരിച്ചുവിടുകയും തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഒരു സംഘർഷം എവിടെ പൊട്ടിപ്പുറപ്പെട്ടാലും അത് ഗുണം ചെയ്യുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് ഇത്തരം സംഘർഷങ്ങളൊക്കെ നമുക്ക് വളരെ ആശങ്ക ജനിപ്പിക്കുന്നതുമാണ്. ഇതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. എണ്ണവില, കൂടയിൽ വില കുതിച്ചുയരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കൂടയിൽ വില കുതിച്ചുയരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡോളർ, സ്വർണം, ഓഹരി എന്ന് വേണ്ട എല്ലാ മേഖലയിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ ഇറാനെ സംബന്ധിച്ച് 78 മരണങ്ങളും ചുരുങ്ങിയത് 329 പേർക്ക് പരിക്ക് പറ്റി എന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായ കണക്കുകൾ പുറത്തുവിടും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഏകദേശം കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തിരിച്ചടിയും നടന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിലും സംഘർഷം ഒന്നിനും പരിഹാരമല്ല. പക്ഷേ സംഘർഷം ഉണ്ടാകുമ്പോൾ ലോകത്തിന് എല്ലാ ഭാഗത്തും അതിന്റെ അസ്വസ്ഥതകൾ അലയടിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പ്രവാസികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലയിലും അസ്വസ്ഥതകൾ പ്രകടമാകും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഘർഷങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏത് സംഘർഷത്തെയും നമ്മൾ വളരെ ഗൗരവമായി തന്നെയാണ് വീക്ഷിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം നമ്മളുടെ വാർത്താ മാധ്യമങ്ങളും ഒക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ന്യൂസും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ആ വിഷയത്തെക്കുറിച്ച് ഗൗരവത്തിൽ ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വെച്ചത്. ഏതായാലും സംഘർഷം ഒന്നിനും പരിഹാരമല്ല. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് മേൽ സൂചിപ്പിച്ച അസ്വസ്ഥതകൾ, വിലക്കയറ്റം, ഡോളറിന്റെ വിലക്കയറ്റം, എണ്ണവില കുതിച്ചുയരും. എണ്ണവില കുതിച്ചു വരുന്നതോടനുസരിച്ച് മറ്റുള്ള എല്ലാ മേഖലയിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ തീർച്ചയായും പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം. വ്യോമഗതാഗതം എല്ലാ മേഖലയിലും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചാലേ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഓർഡർ കൈവരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവാസികളുള്ള നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇത്തരം സംഘർഷങ്ങളൊക്കെ. അതും ഒഴിവാക്കേണ്ടതുണ്ട്. സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിലനിൽക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഇത്തരം സംഘർഷങ്ങൾ കുറക്കുവാനും സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അത്തരം ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും പതിവാണ്. ഇപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകത്തൊട്ടും സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുണ്ടാകുന്ന സംഘർഷങ്ങളെയും നമ്മൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് ജനങ്ങൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വിദേശ സംഘർഷങ്ങൾ നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ആ വാർത്തകൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷവും നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സമാധാനം പുലരട്ടെ എന്ന പ്രത്യാശയോടെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.